എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കേസ് ഒതുക്കാൻ കൈക്കൂലി ആവശ്യപ്പെട്ടവർ വിജിലൻസിന്റെ പിടിയിൽ. കൊല്ലം ജില്ലക്കാരനായ കശുവണ്ടി വ്യാപാരിയോട് ആവശ്യപ്പെട്ടത് 2 കോടി രൂപയാണ്. തമ്മനം സ്വദേശി വിൽസൺ, രാജസ്ഥാൻ സ്വദേശി മുരളി എന്നിവരാണ് പിടിയിലായത്. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, എന്താണ് ഈ സംഭവം? വിഷ്ണു, കൊച്ചി വിജിലൻസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വിജിലൻസ് എസ് പി എസ് ശശിധരൻ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ പ്രതികളെ പിടികൂടിയത്. ഒരു കശുവണ്ടി വ്യവസായിക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റുമായി ബന്ധപ്പെട്ടൊരു കേസ് ഉണ്ടായിരുന്നു. ആ വിവരങ്ങൾ ഈ പിടിയിലായ പ്രതികൾ എങ്ങനെയോ അറിഞ്ഞു. അങ്ങനെ അവർ ഈ കശുവണ്ടി വ്യവസായിയെ സമീപിച്ചു. 2 കോടി രൂപ തന്നാൽ ഈ കേസ് ഒതുക്കി തീർക്കാൻ സഹായിക്കാമെന്ന് പറഞ്ഞു. ആദ്യപടിയായി 50,000 രൂപയും പിന്നീട് അഡ്വാൻസായി 2 ലക്ഷം രൂപയും ആവശ്യപ്പെട്ടു. ഇത് ചതിയാണെന്ന് മനസ്സിലായ ഈ വ്യവസായി വിജിലൻസ് വിവരം അറിയിച്ചു. അങ്ങനെ ഇന്നലെ പനമ്പള്ളി നഗറിൽ വിജിലൻസിന്റെ നിർദ്ദേശപ്രകാരം 2 ലക്ഷം രൂപ ഇവർക്ക് കൈമാറാമെന്ന് പറഞ്ഞ് അവിടെ എത്തുകയും ചെയ്തു. അതിനിടയിലാണ് ഈ പ്രതികളെ പിടികൂടിയത്. 2 പേരെയും കൈയോടെ പിടികൂടിയിട്ടുണ്ട്. ഇതിന് പിന്നിൽ ഒരു വലിയ നെറ്റ്വർക്ക് പ്രവർത്തിക്കുന്നതായി വിജിലൻസിന് സംശയമുണ്ട്. പ്രത്യേകിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരു കശുവണ്ടി വ്യവസായിക്ക് എതിരെ എടുത്ത ഒരു കേസിന്റെ വിവരങ്ങൾ എങ്ങനെയാണ് ഇത്തരത്തിൽ ഈ തമ്മനത്ത് റിയൽ എസ്റ്റേറ്റ് നടത്തുന്ന വിൽസനും അതോടൊപ്പം രാജസ്ഥാൻ സ്വദേശി മുരളിക്കും അറിയുന്നത് എന്നുള്ളതിലാണ് ഇപ്പോൾ ഒരു നിഗൂഢത തുടരുന്നത്. അതുകൊണ്ട് ഇതിന് പിന്നിൽ ഒരു വലിയ സംഘം ഉള്ളതായി അവർ കണക്കാക്കുന്നുണ്ട്. വ്യക്തമായ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടത്തുമെന്നാണ് വിജിലൻസ് എസ് പി എസ് ശശിധരൻ വ്യക്തമാക്കിയിട്ടുള്ളത്. ശരി, വിഷ്ണു സുരേഷ്, ഇ.ഡി. കേസ് ഒതുക്കി തീർക്കാനാണ് കൈക്കൂലി ആവശ്യപ്പെട്ടത്. വിഷ്ണു സുരേഷ് അതിൻ്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. എന്തായാലും അവർ പിടിയിലായിട്ടുണ്ട്. കൂടുതൽ പേർ ഈ സംഘത്തിലുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാവുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥന്റെ പ്രതികരണം ഇപ്പോൾ ലഭ്യമാകുന്നു. അതിലേക്ക് 2 കോടി രൂപ അവർ പറയുന്ന അക്കൗണ്ടിലേക്ക് ഇടണം. ഇടാതെ 4 തവണയായിട്ട് 50 ലക്ഷം രൂപ വീതം ഇടണം എന്ന് പറയുന്നു. കേരളത്തിന് പുറത്തുള്ള ഒരു സ്റ്റേറ്റിലെ ഒരു കമ്പനിയുടെ അക്കൗണ്ടിലേക്കാണ് അദ്ദേഹത്തിനോട് ഇടാൻ പറയുന്നത്. പനമ്പള്ളി നഗർ ഭാഗത്ത് വെച്ചിട്ട് 2 ലക്ഷം രൂപ കൈമാറുമ്പോൾ വിൽസനെ പിടികൂടി. വിൽസൺ ഇപ്പോൾ ഇവിടെ ചോദ്യം ചെയ്ത സമയത്ത് വിൽസൺ അതിലെ വേറെ രാജസ്ഥാൻകാരനായ ഒരു മുരളി എന്ന ഒരാൾ ആണ് ഈ അക്കൗണ്ട് നമ്പറെല്ലാം തന്നത്. അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തെടുക്കാൻ പറഞ്ഞ അയാൾക്ക് ഇതിൽ പങ്കുണ്ട് പറഞ്ഞ അടിസ്ഥാനത്തിൽ നമ്മൾ മുരളിയും പിന്നീട് കസ്റ്റഡി എടുത്തിട്ടുണ്ട്. 2 കൂട്ടരെയും വിശദമായിട്ട് ചോദ്യം ചെയ്തു. അവരെ അറസ്റ്റെല്ലാം രേഖപ്പെടുത്തി.